السلام عليكم ورحمة الله. نحن درسنا من قبل انقروا للفلاح، هذا مسرحية. نحن درسنا اللوحة الأولى، الآن نحن نتعلم اللوحة الثانية. വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൻഖുറൂലിൽ ഫലാഹ് എന്ന പാഠഭാഗമാണ് പഠിച്ചത്. ഒരു നാടകമാണത്. ഒന്നാമത്തെ രംഗമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തെ രംഗം പഠിക്കാം. അല്ലൗഹത്തു താനിയ, രണ്ടാം രംഗം നമുക്ക് പഠിക്കാം. അലൽ മസ്രഹി ഉർഫത്തുൽ മുത്വാല. മസ്രഹ് സ്റ്റേജ്. അലൽ മസ്രഹി സ്റ്റേജിൽ നമ്മൾ കാണുന്നത് ഉർഫത്തുൽ മുത്വാല. ഉർഫത്ത് എന്ന് പറഞ്ഞാൽ റൂമാണ്. ഉർഫത്തുൽ മുത്വാല പഠന റൂമാണ്, പഠിക്കുന്ന ഒരു റൂമാണ് കർട്ടൻ ഉയരുമ്പോൾ സ്റ്റേജിൽ കണ്ടത്. ഫീഹ അവിടെ കുർസിയും കസേലയുണ്ട്. വക്കുത്തുബുൻ കിതാബുൻ എന്നതിൻ്റെ ജംആണ്, ബഹുവചനമാണ്. കുത്തുബുൻ പുസ്തകങ്ങളുണ്ട്. മുറത്തബത്തുൻ അടുക്കി വെച്ച പുസ്തകങ്ങളുണ്ട്. ഫിർ റഫി അൽമാരയിൽ അടുക്കി വെച്ച പുസ്തകങ്ങൾ കാണാനുണ്ട്. കസേലയുണ്ട് അല്ലേ. അലത്വാവിലെത്തി കമ്പ്യൂട്ടർ, അവിടെ കമ്പ്യൂട്ടർ കാണാനുണ്ട് മേശയുടെ മുകളിൽ. തൽഹറു അലശാശത്തി കമ്പ്യൂട്ടർ സഫത്തു ഫേസ്ബുക്ക്. തൽഹറു കാണുന്നു. എന്താ കാണുന്നത്? അലശാശ സ്ക്രീന്. ശാശത്തുൻ സ്ക്രീൻ. ശാശത്തുൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്നത് സഫ്ഹത്തുൻ പേജാണ്. ഫേസ്ബുക്കിൻ്റെ പേജാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്നത്. യജ്ലിസു ഇരിക്കുന്നു. ഫുആദ് ഇരിക്കുന്നു. എവിടെ? അമാമഹു അതിൻ്റെ മുന്നിൽ. ഫേസ്ബുക്കിൻ്റെ മുന്നിലാണ് ഫുആദ് ഇരിക്കുന്നത്. വഫി വജ്ഹിഹി വജ്ഹുൻ മുഖം അല്ലെ. ഫി വജ്ഹിഹി അവൻ്റെ മുഖത്ത് ആസാറുൽ മഫ്രഹ വൽ മസറ സന്തോഷത്തിൻ്റെ അടയാളം കാണാനുണ്ട്. വളരെ സന്തോഷവാനാണ് ഫുആദ്. ഇതാണ് നമ്മൾ സ്റ്റേജിൽ കർട്ടൻ ഉയരുമ്പോൾ കാണുന്നത്. ആദ്യം ഫുആദാണ് പറയുന്നത്. എന്താ പറയുന്നത്? മാഷാ അല്ലാഹ് തൗസീൽ ജാഹിസ്. തൗസീൽ കണക്ഷൻ. ജാഹിസ് റെഡി. കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. കണക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക്. ദർദശ ചാറ്റിംഗ്. ദർദശമാന ചാറ്റിങ്. വാട്സപ്പ്, ട്വിറ്റർ അല്ലേ. ഇൻസ്റ്റഗ്രാം. ഇതൊക്കെ ഇനി എനിക്ക് കാണാം. ഫേസ്ബുക്ക് കാണാം, ചാറ്റിങ് നടത്താം, വാട്സപ്പ് കാണാം അല്ലേ, ട്വിറ്റർ കാണാം. ഇതൊക്കെ ഇന്നത്തെ സോഷ്യൽ മീഡിയകളാണ് അല്ലേ. ആ സമയത്ത് തദ്ഖുലു ദഖല പ്രവേശിച്ചു. തദ്ഖുലു പ്രവേശിക്കുന്നു. ആര്? സൽമ പ്രവേശിക്കുകയാണ്. അൽ മസ്രഹ സ്റ്റേജിൽ. വതഖൂലു അവൾ പറയുന്നുണ്ട്. വാലിബത്തൻ വലബ് ദേഷ്യാണ് അല്ലേ. വാലിബത്തൻ ദേഷ്യം പിടിച്ചുകൊണ്ട് സൽമ പറയുകയാണ്. സൽമ ഫുആദ് ഫുആദ് മാദ തഫ്അൽ നീ എന്താണ് ചെയ്യുന്നത്? ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. തഫ്അൽ എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ. മാദാ തഫ്അൽ നീ എന്താ ചെയ്യുന്നത്? മാദാ തഖൂലു നീ എന്താ പറയുന്നത്? എന്തൊക്കെയാണ് നീ പറയുന്നത്? അപ്പോൾ ഫുആദ് പറഞ്ഞു അഖൂമു ബി തഹ്മീൽ ഞാൻ അഖൂമു ബി ചെയ്യുകയാണ്. കാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ് അർത്ഥം. കാമ ബി എന്ന് പറഞ്ഞാൽ ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. അഖൂമു ബി ഞാൻ ചെയ്യുകയാണ്. എന്ത്? തഹ്മീൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. ബഅ്ല സുവർ സൂറത്തുൻ സുവറും ചിത്രങ്ങൾ. കുറച്ച് ചിത്രങ്ങൾ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ്. വൽ വീഡിയോകളും ഡൗൺലോഡ് ചെയ്യുകയാണ്. ലിൽ മുശാത്വറത്തി പങ്കുവെക്കുവാൻ വേണ്ടി. മഅൽ അസ്തിഖാഇ കൂട്ടുകാർക്ക് പങ്ക് ചെയ്യാൻ വേണ്ടി, പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോകളും അതുപോലെ ചിത്രങ്ങളും ഡൗൺലോഡ് ചെയ്യുകയാണ്. സൽമ ആ സമയത്ത് പറഞ്ഞു അന അക്വി അൽ മലാബിസ്. അക്വി ഞാൻ ഇസ്തിരിയിടുകയാണ്. അൽ മലാബിസ് വസ്ത്രങ്ങൾ ഞാൻ ഇസ്തിരിയിടുകയാണ്. ഹല്ലാ തുസാഇദുനി സാഅദ സഹായിച്ചു എന്നാണ് അർത്ഥം.
ഹല്ലാ തുസാഇദുനി, എന്നെ സഹായിക്കില്ലേ? അലാ കയ്യിഹ, അതൊക്കെ ഇസ്തിരി ഇടാൻ വേണ്ടി നീ എന്നെ സഹായിക്കില്ലേ? അപ്പോൾ ഫുആദ് പറഞ്ഞു, ലഹ്ല യാ സൽമ, സൽമ ലഹ്ല, ഒരു നിമിഷം, ഒരു മിനിറ്റ്. അന മഷ്ഗൂൽ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അന മഷ്ഗൂൽ, ഞാൻ തിരക്കിലാണ്, അതുകൊണ്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ നമുക്കൊരു വർക്ക് ചെയ്യാനുണ്ട് അല്ലേ? എന്താ ചെയ്യാനുള്ളത്? ബഅദൽ ഹുസൂലി അലൽ ഹാസൂബ് വ തൗസീലൽ ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ കമ്പ്യൂട്ടറും ലഭിച്ചതിന് ശേഷം, ബഅദ ശേഷം, അൽ ഹുസൂലി ലഭിച്ചതിന് ശേഷം, ഇന്റർനെറ്റും അതുപോലെ കമ്പ്യൂട്ടറും ലഭിച്ചതിന് ശേഷം, കതബ ഫുആദ്, ഫുആദ് എഴുതി, യൗമിയ, ഡയറി എഴുതുകയാണ്. അഇദ്ദഹ മിൻ ഖയാലിക, അത് നമുക്ക് തയ്യാറാക്കാം. ഇതാണ് നമ്മൾ ചെയ്യണം, ഒരു ഡയറി തയ്യാറാക്കണം. അപ്പോൾ ഡയറി എഴുതുന്നവരുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഡയറി എഴുതാം. ഡയറി എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസത്തെ സംഭവമാണ് എഴുതുക. അത് സത്യസന്ധമായിട്ട് എഴുതും, വേറെ അതിലൊന്നും കള്ളത്തരങ്ങളൊന്നും ആ ഡയറിയിൽ ഉണ്ടാവില്ല. സന്തോഷമുണ്ടായാലും നമ്മൾ സന്തോഷം പ്രകടിപ്പിച്ച അന്നത്തെ ആ ദിവസത്തെ കാര്യങ്ങൾ ഡയറിയിൽ എഴുതും. ഇതുപോലെയാണ് നമ്മളിവിടെ നമ്മുടെ ഫുആദ് ഇവിടെ ഡയറി എഴുതുന്നത്, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഡയറിയുടെ ഒരു മോഡൽ ഞാൻ വീഡിയോയുടെ തൊട്ട് താഴെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ബാക്കി ഭാഗം നോക്കാം. തഗ്റുബു സൽമ അനിൽ മസ്രഹി വ തദ്ഖുലുൽ ഉമ്മു വ തഖൂൽ. തഗ്റുബു സൽമ, സൽമ പോകുന്നു. അനിൽ മസ്രഹി, സ്റ്റേജിൽ നിന്നും സൽമ പോകുന്നു. വ തദ്ഖുലു, പ്രവേശിക്കുന്നു. അൽ ഉമ്മു, ഉമ്മ പ്രവേശിക്കുന്നു. വ തഖൂലു, ഉമ്മ പറയുകയാണ്. ഉമ്മ എന്താ പറയുന്നത്? യാ ഫുആദ്, എ ഫുആദേ, ഹൽ ഇൻതഹൈത, നീ തീർന്നില്ലേ, അവസാനിച്ചില്ലേ? മിൻ മുദാക്കിറത്ത് ദുറൂസ്, ആവർത്തിച്ചുള്ള പഠനം. മുദാക്കിറത്ത് ദുറൂസ് എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യം തന്നെ വീണ്ടും പഠിക്കുക. സ്കൂളിൽ നിന്ന് പഠിച്ച കാര്യം വീട്ടിൽ വന്ന് വീണ്ടും പഠിക്കുക. അപ്പം മുദാക്കിറത്ത് ദുറൂസിൻ്റെ ആവർത്തിച്ചുള്ള പഠനം തീർന്നിട്ടില്ലേ? വൽ ബഹസി, സെർച്ച് ചെയ്യലും അല്ലേ? നമ്മൾ പാഠത്തിൽ പഠിച്ച കാര്യം പഠിക്കുന്നതിനിടയിൽ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യും അല്ലേ? അപ്പോൾ നീ നെറ്റിൽ സെർച്ച് ചെയ്യുന്നതും അതുപോലെ ആവർത്തിച്ചുള്ള പഠനവും ഒക്കെ തീർന്നില്ലേ എന്ന് ഉമ്മ ചോദിച്ചു. അപ്പോൾ ഫുആദ് പറഞ്ഞു, ത്വബൻ, തീർച്ചയായിട്ടും, ത്വബൻ യാ ഉമ്മ, തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. തഗ്റുബു ഉമ്മു, ഉമ്മ പോകുകയാണ്. തദ്ഖുലു സൽമ, സൽമ പ്രവേശിക്കുന്നു. അൽ മസ്റഹ, സ്റ്റേജിലേക്ക്. അപ്പോൾ ഉമ്മ ഇത് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയി. അവിടെ സൽമ വരികയാണ്. എങ്ങനെ വരുന്നത്? ബി ഖുതുവാത്തിൻ, കാലടികളോട് കൂടിയിട്ട്. എങ്ങനെയുള്ള കാലടിയാണ്? ബത്വീഅത്തിൻ, പതുക്കെ, വളരെ പതുക്കെ, കാലടിയുടെ ശബ്ദമൊന്നുമില്ലാതെ പതുക്കെ അവൾ വരികയാണ്. വതഖൂലു, അവൾ പറയുകയാണ്. ബി സൗത്തിൻ മുൻഹഫിലിൻ, സൗത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ബി സൗത്തിൻ മുൻഹഫിലിൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ശബ്ദത്തോടെ വളരെ പതുക്കെ അവൾ പറയുകയാണ്. സൽമ എന്താ പറയുന്നത്? മുദാക്കിറ, പഠനം, ബഹസ്, സെർച്ച് അല്ലെ? സെർച്ച് ചെയ്യാം. ഉമ്മാ ഇതാ ഫുആദ് ഫി ഫേസ്ബുക്ക്, ഫേസ്ബുക്കിലാണ് ഉമ്മ ആരുള്ളത്? ഫുആദ് ഉള്ളത് എന്ന് ഉമ്മയോട് സൽമ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഫുആദ് യുഹാവിലു, ശ്രമിക്കുന്നു. അൽ ഇഗ്ലാഖ, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബി സുറഅത്തിൻ, വേഗത്തിൽ ആ പേജ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, സഇംതു, എനിക്ക് മടുത്തു. സഇമ, മടുത്തു. സഇംതു, എനിക്ക് മടുത്തു. അൽ ബഹ്സ, സെർച്ചിങ് ഒക്കെ എനിക്ക് മടുത്തു. എത്ര സമയമായി ഞാൻ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുന്നത്. മുൻദു കം സാഅത്തിന്, എത്ര മണിക്കൂറുകളായിട്ട് ഞാൻ കുഫത്തിച്ചു, ഞാൻ പരതുകയാണ്, ഞാൻ അന്വേഷിക്കുകയാണ്, ഞാൻ ഗവേഷണം നടത്തുകയാണ്, എത്ര മണിക്കൂറായിട്ട്. വലം അജിദ്, എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത്തല്ലാൻ, ഇതുവരെയായിട്ട് വന്നിട്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല അല്ലേ? വലം അജിദ്, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്ത കാര്യം ഇതുവരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സൽമ മസ്ഹറ, പരിഹാസത്തോട് കൂടിയിട്ട് സൽമ പറഞ്ഞു,
ലാ തുഖ്ഫിൽ ഹക്ക്, ഹക്ക് സത്യം എന്ത് ചെയ്യണ്ട, ലാ തുഖ്ഫി നീ മറച്ചു വെക്കേണ്ട, ലാ തുഖ്ഫി നീ മറച്ചു വെക്കേണ്ട, അല്ല ഹക്ക സത്യം നീ മറച്ചു വെക്കേണ്ട. വഅത്ത, വഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്തു എന്നാണ് അർത്ഥം. വഅത്ത നീ വാഗ്ദാനം ചെയ്തു, അൽ ഉമ്മ ഉമ്മയെ നീ, എൻ്റെ ഉമ്മയെ നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഉമ്മക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. ബി ഇസ്തിഖ്ദാമിഹി അത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീമാ യുഫീദു അതിലുള്ള പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഉമ്മാക്ക് നേരത്തെ വാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഫുആദ് പറഞ്ഞു ഖുംതുബി, ഖുംതുബി എന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലെ. ഞാൻ ചെയ്തത് തഹ്മിൽ ഡൗൺലോഡ് മാത്രമാണ് ഞാൻ ചെയ്തത്. അസ്വറ, സ്വറ എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചിട്ടുണ്ട് ചിത്രങ്ങൾ, ഫഖത്ത് അല്ലെ, അത് മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാൻ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ലാ ശൈഇ ദൂനദാലിക അത് കൂടാതെ, ദൂനദാലിക അത് കൂടാതെ, ലാ ശൈഇ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. യാ ഉഖ്തി സഹോദരി, ലാ തുഖ്ബിരി അറിയിക്കരുത്, അൽ ഉമ്മ ഉമ്മയെ നീ അറിയിക്കരുത്. ലാ തുഖ്ബിരി നീ അറിയിക്കരുത്, അൽ ഉമ്മ ഉമ്മയെ നീ അറിയിക്കരുത്. അന ലൻ ഉക്കർറിറ അന ഞാൻ, ലൻ ഉക്കർറിറ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്ന് ഫുആദ് സൽമയോട് പറഞ്ഞു. യഹ്റുബു ഫുആദ് അനിൽ മസ്റഹി അങ്ങനെ ഫുആദ് സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഇതിൻ്റെ താഴെ ഒരു വർക്കുണ്ട്, എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചോദ്യം, അർസല ഫുആദ്, ഫുആദ് അയക്കുന്നു എന്ത്, റസായില കസീറത്തൻ SMS അല്ലെ, ഒരു SMS അയക്കുകയാണ്. ഇലാ അസ്തിക്കാഹി അവൻ്റെ കൂട്ടുകാർക്ക്, യുഅബ്ബിറു ഫീഹാ അൻ ഫർഹത്തിഹി വ മസ്റത്തിഹി അവൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, യുഅബ്ബിറു ഫീഹ അതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്, അൻ ഫർഹത്തിഹി അവൻ്റെ സന്തോഷം അല്ലെ. മസ്റത്ത് എന്ന് പറഞ്ഞാലും സന്തോഷം തന്നെയാണ്. നുഹിത്തുഹ മിനൽ ഖയാൽ നമുക്കത് ഭാവനയിൽ തയ്യാറാക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു SMS തയ്യാറാക്കണം അറബിക്കിൽ. കൂട്ടുകാർക്ക് ഇവൻ അയച്ചു കൊടുത്ത ഒരു SMS ആണ്. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് മാതൃകയാക്കി എടുക്കാം. നിങ്ങളുടെ വക ഒരു SMS തയ്യാറാക്കണം. നമുക്കിന്ന് നമ്മുടെ പാഠം ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.